ഇവൻ അർത്ഥത്തിനെന്നെയും ചിത്തേ ഭജിച്ചതില്ല. സൽപുമാനാമിവൻ അർത്ഥത്തിൽ എന്നെയും ചിത്തേ ഭജിച്ചതില്ല. അർത്ഥത്തിനേതുമേ ചിത്തത്തിനാശയിൽ നിന്നിവന് എങ്കിലും തൽപ്പത്തി തന്നുടമാക്കിനാൽ അർത്ഥത്തിനിപ്പോൾ ഇവിടെ വരിക കൊണ്ട് ഇന്നു ഞാൻ ദേവകൾക്കും ലഭിയാത്ത ധനങ്ങളെ കേവലം ഭക്തവിപ്രന്നു നൽകിയിടുമേ. ഹിതം വിചാരിച്ചു മാധവൻ വിപ്രനോട് ഉത്തമനാം നീ കിഴിയന്തേ. ഉത്തമനാം നീ കിഴിയന്തേ. ഉത്തമനാം നീ കിഴിയന്തി എന്നും ചോദിച്ചു ഭാണ്ഡം പിടിച്ചു അഴിക്കും വിധം എന്ന് ചോദിച്ചു ഭാണ്ഡം പിടിച്ചു അഴിക്കും വിധം. ഭാണ്ഡം പിടിച്ചഴിക്കും വിധം ബോധിച്ചു മാധവനങ്ങ് അവൾ കാങ്കയാൽ നിർമ്മലമായുള്ള അവൾ കണ്ട മൂലമായി നിർമായം ഏറ്റവും തൃപ്തനായ നിർമായം ഏറ്റവും തൃപ്തനായ നിർമായം ഏറ്റവും തൃപ്തനായ എന്ന് പറഞ്ഞു ജഗന്മയനീശ്വരൻ തങ്ങളുടെ കയ്യാൽ ഒരു മുഷ്ടി മാറി അങ്ങേറ്റമാണെന്നേര. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം പുനരതിൽ ഏറ്റവും നന്നായൊരു മുഷ്ടി മാറിയിട്ട് തെറ്റെന്ന് വായിക്കൊള്ളുവതിന് തുടർന്നപ്പോൾ തെറ്റെന്നു കാരുണ്യശാലി കമലാക്ഷിയന്തരിയാകി രുക്മിണി മാധവൻ തന്നോട് കൈപിടിച്ചമ്പോട് ലക്ഷ്യ മന്ദാക്ഷമോട് പറഞ്ഞെത്തി. അതുനേരം ഇന്നു മതി മതി വിപ്രോമന്യഹ എന്നും സുരന്മാർക്കു പോലും സാധ്യമാമേവ ഐശ്വര്യം ഭവിച്ചവന് ഇക ഈശ നീ ഭക്ഷിച്ചതുകൊണ്ട് ഈശ നീ ഭക്ഷിച്ചതുകൊണ്ട് മോക്ഷവും വന്നിത് ഇവൻ ഇത് പോൽ എന്നോട്ടിനാൽ പിന്നെ വിപ്രേന്ദ്രനെ പൂജിച്ചു മാധവൻ. വിപ്രേന്ദ്രനെ പൂജിച്ചു മാധവൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. തന്നുടെ മെത്തമേലപ്ര ശയിപ്പിച്ചു. തന്നുടെ മെത്തമേലപ്ര ശയിപ്പിച്ചു. പാദ ശുശ്രൂഷ ചെയ്തു വന്നിച്ചിതു. മോനെ സൽകഥ ചൊല്ലി ജമിച്ചിതു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. സജ്ജനങ്ങളെ, സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ വെച്ച്